സപ്ലൈകോ വിൽപ്പനശാലകളുടെ ദൃശ്യങ്ങൾ പകർത്താൻ അനുവദിക്കരുതെന്ന വിവാദ സർക്കുലർ ഇറക്കിയിരിക്കുകയാണ് സപ്ലൈകോ വകുപ്പ്. സ്ഥാപനം നേരിടുന്ന പ്രതിസന്ധിയെക്കുറിച്ച് ജീവനക്കാർ അഭിപ്രായ പ്രകടനം നടത്തരുതെന്നും CMD ശ്രീറാം വെങ്കിട്ടരാമൻ പുറത്തിറക്കിയ സർക്കുലറിൽ പറയുന്നു. നിർദ്ദേശം ലംഘിച്ചാൽ കർശന നടപടിയെടുക്കുമെന്നും സർക്കുലറിൽ പറയുന്നുണ്ട്. വിവിധ വിൽപ്പന ശൃംഖലകളുമായി മത്സരമുള്ളതിനാൽ വാണിജ്യ താൽപര്യം സംരക്ഷിക്കാനാണെന്ന പേരിലാണ് വിലക്ക് പുറപ്പെടുവിച്ചിരിക്കുന്നത്. മാധ്യമങ്ങളെ അടക്കം ആരെയും മുൻകൂർ അനുമതിയില്ലാതെ ദൃശ്യങ്ങൾ പകർത്താൻ അനുവദിക്കരുതെന്നാണ് സർക്കുലറിൽ കൃത്യമായി പറയുന്നത്. ജീവനക്കാർ മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിനും വിലക്കുണ്ട്. നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നതിന് റീജിയണൽ മാനേജർമാർക്കും ഡിപ്പോ ഔട്ട്ലെറ്റ് മാനേജർമാർക്കും സപ്ലൈകോ വഴി വിതരണം ചെയ്യുന്ന സബ്സിഡി സാധനങ്ങളുടെ വില വർദ്ധിപ്പിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവിറക്കിയത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ്. ചെറുപയർ, ഉഴുന്ന്, വൻകടല, വൻപയർ, തുവരപ്പരിപ്പ്, മുളക്, മല്ലി, പഞ്ചസാര, വെളിച്ചെണ്ണ, ജയേരി, കുറുവരി, മട്ടയരി, പച്ചരി എന്നിവയ്ക്കാണ് വില കൂടിയത്. എന്നാൽ ഇപ്പോൾ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയ സംഭവത്തിൽ പ്രതികരണവുമായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റും നേതാവുമായ രാഹുൽ മാങ്കൂട്ടത്തിൽ രംഗത്ത് വന്നിരിക്കുകയാണ്. സപ്ലൈകോയിൽ വരും, ദൃശ്യങ്ങൾ എടുക്കും, സപ്ലൈകോയിലെ ദാരിദ്ര്യം നാടിനെ അറിയിക്കുകയും ചെയ്യുമെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മറുപടി. സപ്ലൈകോ CMD ശ്രീറാം വെങ്കിട്ടരാമനാണ് സർക്കുലർ ഇറക്കിയിരിക്കുന്നത്. മുൻകൂർ അനുമതിയില്ലാതെ ദൃശ്യങ്ങൾ പകർത്തിയാൽ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് മുന്നറിയിപ്പിൽ കൃത്യമായി പറയുന്നതും. ജീവനക്കാർ മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിന് വിലക്കുണ്ട് എന്നും ഇതിൽ പറയുന്നു. സപ്ലൈകോ മാവേലി സ്റ്റോറുകളിൽ സബ്സിഡി ഉൽപ്പന്നങ്ങളുടെ അടക്കം ക്ഷാമം തുടരുന്നതിനിടെയാണ് സർക്കുലർ പുറത്തുവരുന്നത്. ഈ സർക്കുലറിനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നാൽ അതൊന്ന് കാണണമല്ലോ ശ്രീറാം സാറെ, സപ്ലൈകോയിൽ വരികയും ദൃശ്യങ്ങൾ എടുക്കുകയും ചെയ്യും, സപ്ലൈകോയിലെ ദാരിദ്ര്യം നാടിനെ അറിയിക്കുകയും ചെയ്യും, പാക്കലാം എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. സപ്ലൈകോ വഴി വിതരണം ചെയ്യുന്ന സബ്സിഡി സാധനങ്ങളുടെ വില വർദ്ധിപ്പിച്ചുകൊണ്ട് ഉത്തരവിറക്കിയത് ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് എന്നതും ശ്രദ്ധേയമായ കാര്യമാണ് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഓർമ്മിപ്പിച്ചു. ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യമായതിനാൽ തന്നെ വരും ദിവസങ്ങളിൽ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾക്കും ഇത് കാരണമാകുമെന്നാണ് CMD ശ്രീറാം വെങ്കിട്ടരാമൻ പുറത്തിറക്കിയ ഉത്തരവ് CPMന്റെ ധാർഷ്ട്യത്തിന്റെ മറ്റൊരു പതിപ്പാണ് എന്നാണ് കോൺഗ്രസ് നേതാക്കൾ ആരോപിക്കുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഇത് മറ്റൊരു രാഷ്ട്രീയ ആയുധമായി രാഷ്ട്രീയ പാർട്ടികൾ ഉപയോഗിക്കുവാനും സാധ്യതകൾ ഏറെയാണ്. ഇത് CPMനെ പ്രതിരോധത്തിലാക്കുക തന്നെ ചെയ്യും.